So in second module, മെയിനായിട്ട് പഠിക്കാനുള്ളത് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീംസ് ആണ്. ദാറ്റ് ഈസ് സിംപ്ലി സപ്പോർട്ട് ബീം, കാൻലിവർ ബീം ആൻഡ് ഓവർഹാങ് ബീം. സോ ഇൻ സിലബസ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഫോർ വേരിയിങ് ലോഡ് കണ്ടീഷൻസ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. സോ വാട്ട് ആർ ദി ടൈപ്പ് ഓഫ് ബീംസ്? ഫസ്റ്റ് പറയുകയാണെങ്കിൽ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ബീംസ്? സോ മെയിൻലി ഇഫ് ബീംസ് ആർ ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് അല്ലേ, സബ്ജക്റ്റഡ് ടു വെർട്ടിക്കൽ ലോഡ്സ്. സോ ദ ടൈപ്സ് ഓഫ് ബീംസ് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാം. സോ ടൈപ്സ് ഓഫ് ബീംസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വി ഹാവ് ദി കാൻലിവർ ബീം, second we have the simply supported beam, third we have the overhanging beam, and last we have the fixed beams. സോ ഇതിൽ സിലബസിൽ കാൻലിവർ ബീം, സിംപ്ലി സപ്പോർട്ട് ബീംസ് ആൻഡ് ഓവർഹാങ്ങിങ് ബീംസിൻ്റെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിരിക്കും എക്സാമിനേഷന് ചോദിക്കുക. സോ ഓരോ ബീമും എങ്ങനെ ഇരിക്കും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാൻലിവർ ബീം എന്ന് പറയുമ്പോൾ, ബീംസ് എന്ന് പറയുമ്പോൾ എന്താണ്? ദേ ആർ ദി ഹൊറിസോണ്ടൽ മെമ്പർ ആണ്. ഹൊറിസോണ്ടൽ ആയിട്ട് അലൈൻ ചെയ്ത മെമ്പറിനാണ് ബീം എന്ന് പറയുന്നത്. സോ ഇതൊരു റെക്ടാങ്കുലർ ആയിട്ടുള്ളൊരു സെക്ഷൻ ആയിരിക്കും അതിന് വരുന്നത്. ഹാവിങ് സപ്പോർട്ട്സ് ആണ്. സോ സപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൾറെഡി പഠിച്ചു സപ്പോർട്ട്സ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ്? സോ വി ഹാവ് ദിസ് ഹിഞ്ച് സപ്പോർട്ട്, വി ഹാവ് ഫിക്സഡ് സപ്പോർട്ട്സ് ആൻഡ് വി ഹാവ് റോളർ സപ്പോർട്ട്സ് ആയിരിക്കും. സോ ഇൻ ഓൾ ദീസ് ബീംസിൽ ഓരോ ടൈപ്പ് ഓഫ് സപ്പോർട്ട്സ് ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുന്നത്. സോ കാൻലിവർ ബീം വിൽ ബി having a fixed support on one side and other side, suppose ഇത് എയും ഇത് ബിയും ആണെങ്കിൽ there are two ends for this beam. so A എന്ന് പറഞ്ഞ പോയിന്റിൽ ഫിക്സിറ്റിയും ബി എന്ന് പറഞ്ഞ ഫ്രീ ആയിട്ട് ഇരിക്കും. there will be no kind of supports. such a beam is called as a cantilever beam. what about a simply supported beam? so first we have to draw the beam and there are two sides, I mean ends A and B, and if A and B both are supported by hinge or roller, that is it is been simply supported, that is there is no fixed support. അപ്പോൾ അങ്ങനത്തെ ബീമിന് പറയുന്ന പേരാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയും. ഓവർഹാങ്ങിങ് ബീം ഈസ് ബേസിക്കലി എ മോഡിഫൈഡ് വേർഷൻ ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് വെർ ദർ വിൽ ബി എൻ ഓവർഹാങ്. that is if this is a hinge support, there will be an overhang at other end. so this portion is called as the overhang. ഈ കാണുന്ന പോർഷൻ പറയുന്ന പേരാണ് ഓവർഹാങ്. so it will be known as the overhanging beam. and also fixed beam. so പേരിൽ തന്നെ ഉണ്ട് ഫിക്സഡ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും ഫിക്സഡ് സപ്പോർട്ട് ആയിരിക്കും. so it is called as a fixed beam. now what are the type of loads? so after studying the type of beams, we have to study about the type of loads. what are the loads which can act? first is called as the concentrated load or point load. concentrated load, or it can also be termed as a point load. examination ചിലപ്പോൾ a beam is subjected to point load having fixed support at one end എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ we have to understand that as a cantilever beam. so എന്താണ് കോൺസെൻട്രേറ്റഡ് ലോഡ് ഓർ പോയിന്റ് ലോഡ് എന്ന് പറയുമ്പോൾ അത് ഒറ്റ പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. സപ്പോസ് ഞാൻ ഇവിടെ ഒരു ഫിക്സഡ് സിംപ്ലി സപ്പോർട്ടഡ് ബീം വരയ്ക്കുകയാണ്. ഒരു സൈഡ് ഹിഞ്ച്, other side is roller support, and if this is W, so W is acting only at a point. so this is a point. so ഈ കാണുന്നത് ഒരു പോയിന്റ് ആണ്. ആ പോയിന്റിൽ മാത്രം ആക്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ ലോഡ് എന്ന് പറയുന്ന പേരാണ് കോൺസെൻട്രേറ്റ് ലോഡ്. only at that point the effect of load will be there. അല്ലേ? അതായത് if suppose this point is C, only at that C point the load will be acting. now next type of load is called as the uniformly distributed load. so uniformly. so what is a unit of point load? it's in Newton or kilonewton. so uniformly distributed so load, so it is distributed over a length. so distribute ചെയ്യാന്ന് വെച്ചാൽ ഒരു പോയിന്റ് തൊട്ട് വേറെ പോയിന്റ് വരെ ഈക്വൽ ആയിട്ട് ആക്ട് ചെയ്യുക എന്നാണ് അർത്ഥം. so in figure നമ്മൾ അത് വരയ്ക്കുമ്പോൾ you will draw a beam, hinge സപ്പോർട്ടും റോളർ സപ്പോർട്ടും, സംടൈംസ് ജസ്റ്റ് റോളർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ മെൻഷൻ ചെയ്യും. so this is called as an uniformly distributed load having a unit of notation of W acting at kilonewton per meter or Newton per meter എന്ന് പറയാം. so it is acting over the length of A to B. A to B വരെ യൂണിഫോം ആയിട്ട് ആക്ട് ചെയ്യണം. so what is the total load here?
So effect of load only will be displayed when we multiplied the value of UDL with length. എന്നാൽ മാത്രമേ അതൊരു ലോഡ് എന്ന് പറഞ്ഞ ഫോമിലോട്ട് ആകത്തുള്ളൂ. അതായത് ഈ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യണം. സോ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ വെർട്ടിക്കൽ ലോഡ് വി ഹാവ് ടു മൾട്ടിപ്ലൈ ദാറ്റ് വിത്ത് ലെന്ത്. And last one is called as, it is called as uniformly varying. So earlier we discussed about distributor. ഇതിന് പറയുന്ന പേരാണ് varying load. അതായത് ഒരു പോയിന്റ് വേറെ പോയിന്റ് വരെ അൺഈക്വൽ ആയിട്ട് ആക്ട് ചെയ്യും. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇതൊരു ബീം ആണെങ്കിൽ ഇത് അവിടുത്തെ രണ്ട് സപ്പോർട്ട്സ് ആണെങ്കിൽ, സോ ദ ലോഡ് വിൽ ബി ആക്ടിങ് എന്താണ് നോൺ യൂണിഫോംലി. സോ ദ വാല്യൂ വിൽ നോട്ട് ബി കോൺസ്റ്റന്റ് ബട്ട് ഇറ്റ് വിൽ ബി വേരിയിങ്. സോ ഈ പോയിന്റിൽ 0 ആണെങ്കിൽ ഈ പോയിന്റ് വിൽ ബി ഹാവിങ് എ മാക്സിമം വാല്യൂ. സോ ഇറ്റ് ഈസ് കാൾഡ് ആസ് യൂണിഫോംലി വേരിയിങ് ലോഡ്. So this is the first thing we have to study regarding. So first, what are type of beams? Now what are the type of load? Now we have to study what is shear force and what is bending moment. Shear force. So from the name itself, പേരിൽ തന്നെ ഉണ്ട് അതൊരു ഫോഴ്സ് ആണ്. So force means it has either had to have a direction. അല്ലേ, ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ഫോഴ്സ് മസ്റ്റ് ഹാവ് എ മാഗ്നിറ്റ്യൂഡ് ആൻഡ് എ ഡയറക്ഷൻ. So usually shear force means it is the vertical force. So it is called as the vertical force. Okay. Now what do you mean by shear force diagram? So diagram. So it is a diagram showing the variation of shear force, which is denoted as SF, along the length of the beam. So ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? If you consider a beam subjected to loading, so only when there is a load act there will be എന്താണ് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും ഉണ്ടാവും. ഒരു ബീമിൽ വെറുതെ നിൽക്കുന്ന ബീമിൽ ഒന്ന് ആക്ട്. സോ ഓൺലി അതിന് മേളിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടൈപ്സ് ഓഫ് ലോഡ് ആക്ട് ചെയ്യുമ്പോഴേ അവിടെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. പോയിന്റ് എ തൊട്ട് പോയിന്റ് ബി ഓർ പോയിന്റ് ബി തൊട്ട് പോയിന്റ് എ വരെ ഉണ്ടാവുന്ന ഷിയർ ഫോഴ്സിന്റെ വേരിയേഷൻ അത് ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഓർ SFD എന്ന് പറയുന്നത്. So what do you mean by shear force then? So shear force for a beam is the algebraic sum of these vertical forces either to the left or right of a section. So this is the definition for shear force. അതായത് suppose I want to find the shear force at this point. So either we can take the total sum of shear force from A to this point, or we can take the total sum of the vertical forces from B to this point. So this will be called as the right hand side and this will be the left hand side of this section. ഞാനിപ്പോൾ വരച്ച സെക്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും സം എടുക്കാം, റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും സം. അൾജിബ്രായിക് മീൻസ് വാട്ട്? We have to take this sum. Sometimes the force can be positive or negative. സോ അൾജിബ്രായിക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സൈനിനെ കൺസിഡർ ചെയ്യും. അതായത് 10 പ്ലസ് മൈനസ് 5 ആണെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദ സൈൻ ആൾസോ. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് അൾജിബ്രായിക് സം. സോ അതിന് പറയുന്ന പേരാണ് ഷിയർ ഫോഴ്സും അത് ഡിസ്പ്ലേ ചെയ്യുന്ന ഡയഗ്രത്തിനാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത്. സിമിലർലി വാട്ട് യു മീൻ ബൈ ബെൻഡിങ് മൊമെന്റ്? So bending moment, in the name itself, it is a moment because beam is a horizontal member subjected to vertical load. അല്ലേ, beam എന്ന് പറയുന്ന ഒരു horizontal member ആണ്. Vertical load subject ചെയ്യുമ്പോൾ obviously the beam will bend. So there will be bending moment developed to resist the beam so that അത് എന്ത് ചെയ്യും, horizontal ആയിട്ട് തന്നെ equilibrium remain ചെയ്യണം. So that rotation against the bending due to load is called as bending moment. Same definition തന്നെയാണ്. It is the algebraic sum of moments either to the right hand section of a beam. Then what do you mean by bending moment diagram? Or short form BMD. So it's a diagram showing the variation of bending moment throughout the length of the beam. So these are the two definitions. ഒന്ന് shear force എന്താണ്, ഒന്ന് bending moment എന്താണ്. ഒബ്വിയസ്ലി അപ്പോൾ നമുക്കറിയാം ഷിയർ ഫോഴ്സ് പഠിച്ച ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്താണെന്ന് അറിയാം. സോ ഇതെല്ലാം റിലേറ്റഡ് ടു ബീം ആണ്, ഹൊറിസോണ്ടൽ മെമ്പർ ആയിട്ടുള്ള ബീമിന് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നൗ
sign convention. So we have to take the algebraic sum. So there will be certain sign conventions. That is, നമുക്ക് vertical force എന്ന് പറയുമ്പോൾ it can be either upwards or downwards അല്ലേ? Usually loads which have been applied on the beam, question തന്നിരിക്കുന്ന loads എന്ന് വെച്ചാൽ എപ്പോഴും downwards ആയിരിക്കും. And reactions which are developed on the support. സോ ലോഡ് ആക്ട് ചെയ്യുമ്പം സപ്പോർട്ടിൽ എന്തുണ്ടാകും? റിയാക്ഷൻ ഉണ്ടാകും. അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഈ ലോഡിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് റിയാക്ഷൻ ഉണ്ടാകുന്നത്. സോ ദർ ഹാസ് ടു ബി എ സൈൻ കൺവെൻഷൻ ഫോർ ഷിയർ ഫോഴ്സ്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇതെന്ന് വെച്ചാൽ സൈൻ കൺവെൻഷൻ ആണ്. സോ ഇത്രയും ബേസിക് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രമും ഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അക്കോർഡിംഗ് ടു സൈൻ കൺവെൻഷൻ, ദിസ് ടേം ഷോസ് ദി എയ്തർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഈ ഒരു ബോക്സ് പോലെ നമ്മൾ ഈ ഒരു ഫിഗർ വരയ്ക്കണം എപ്പോഴും റൈറ്റ് ഹാൻഡ് സൈഡിൽ. അതായത് ക്ലോക്ക് വൈസിൽ മേളിൽ ആരോയും താഴെ ആരോയും എഴുതിയിട്ട് നടുക്കൊരു ലൈൻ വരയ്ക്കുക. ദിസ് ഈസ് ദ കൺസിഡേർഡ് സെക്ഷൻ. അപ്പോൾ ദിസ് ഈസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി സെക്ഷൻ, ദിസ് ഈസ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് സെക്ഷൻ. ഇഫ് യു ആർ കൺസിഡറിങ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി സെക്ഷൻ, സെക്ഷൻ്റെ റൈറ്റ് സൈഡിലാണ് ഒരു സെക്ഷൻ വരച്ചതിൻ്റെ റൈറ്റ് സൈഡാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഡയറക്ഷൻ, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ്സ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അതേസമയം റൈറ്റ് ഹാൻഡ് സൈഡിൽ vertical force in the direction upwards ആണെങ്കിൽ the value of the sign of the the sign of the vertical force or the shear force developed will be negative. അപ്പോൾ പോസിറ്റീവ് മാത്രം പഠിച്ചു വെച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നെഗറ്റീവ് എന്നുള്ളത്. നെക്സ്റ്റ് we have to study the sign convention of what? This is a sign convention of bending moment. So if the beam, due to the vertical force, if the beam is trying to bend inwards, so inwards means there will be ഈ ഷേപ്പ് ആയിരിക്കും ഇങ്ങനെ. ഈ ഒരു ഷേപ്പിന് പറയുന്ന പേരാണ്, ഇറ്റ്സ് കാൾഡ് ആസ് സാഗിങ്. സോ ദിസ് ഈസ് പോസിറ്റീവ്. സോ ഇത് നോക്കാൻ പറയാം, സാഗിങ് മീൻസ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. സംടൈംസ് ഡ്യൂ ടു വെർട്ടിക്കൽ ഫോഴ്സ് ദ ബീം വിൽ ബി bending upwards. So this is called as hogging. So hogging means the value of the bending moment we have to consider while taking the algebraic sum must be negative. Suppose I have taken ഒരു എക്സാമ്പിൾ പറയാം. സോ വി ക്യാൻ ബെറ്റർ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ത്രൂ പറയാം. ഇതൊരു ബീമാണ്. ഇവിടെ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ആക്ട് ചെയ്യണം. ഞാനൊരു സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ RHS കൺസിഡർ ചെയ്തു, റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, നൗ if you see right hand side downwards means according to the shear force sign convention this will be positive. So this value will be positive. Now due to bending moment, due to the force, ee kanunna force karanam beam will be bending like this. So what shape is it? It will be a hogging shape alle thaalotte bend cheyalle. So it will be a type of hogging. So what is the value of bending moment? It will be negative. So അവിടെ ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെന്റ് നമ്മൾ നെഗറ്റീവ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. So this is how we will take the sign convention. So next important topic was what is shear force, what is bending moment, what is the shear force diagram, what is the bending moment diagram, and how to take the sign convention. So അടുത്ത ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു കാന്റിലിവർ ബീമിന്റെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. So this is the first question will be discussing. So similar questions previous year യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. So whatever steps you have to follow, so only difference is the values of the forces will be different. So നമ്മൾ ഫോഴ്സസിന്റെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, so this is a cantilever beam subjected to point load. So point load എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡ്സ് ആണ്. സോ ഈ പോയിന്റ് സപ്പോർട്ട് A, this will be free and will be B, and ഇത് C യും ഇത് D ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. And the total span of the cantilever beam is 4 meter and 1 kilonewton is acting 2 meter from the fixed end and 2 kilonewton is acting at a distance of 2 plus 1 3 meter from the fixed end, and again this 2 kilonewton acting at a distance of 4 meter from the fixed end ആയിരിക്കും. So first we have to draw the shear force diagram. So what do you mean by shear force diagram? It is algebraic sum of the shear forces either to the right or left of a section. Okay, so usually for cantilever beam it is better to take the right hand side of the section. That is നമ്മൾ എപ്പോഴും
സെക്ഷൻസ് അസ്യൂം ചെയ്യുന്നത് ഈ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും. ഒരു സെക്ഷൻ വെച്ചിട്ട് അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വേണം നമ്മൾ അസ്യൂം ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ ദി, നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ബീമിൻ്റെ ഡയഗ്രാംസ് വരയ്ക്കണം. ഓക്കെ, വരച്ചിട്ട് നമ്മൾ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും വരയ്ക്കാനുള്ള സ്പേസ് ലീവ് ചെയ്യണം എന്നുള്ളതാണ്. അല്ലേ, നമുക്ക് വരയ്ക്കാനുള്ളൊരു സ്പേസ് വേണം. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ വേണം നമ്മൾ വരയ്ക്കാം. സോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. സോ വെൻ പോയിന്റ് ലോഡ് വി ക്യാൻ അഡോപ്റ്റ് ദി കൺസെപ്റ്റ് ഓഫ് വാട്ട്, ഡ്യൂ ടു ലോഡും വിത്തൗട്ട് ലോഡും, അല്ലെങ്കിൽ നമുക്ക് RHS LHS വെച്ചും അസ്യൂം ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ്? സോ വി ഹാവ് ടേക്കൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. സോ ഫസ്റ്റ് കാണുന്ന പോയിന്റ് ബി ആയിരിക്കും. ദ വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ് അറ്റ് ബി, ഓക്കെ, വിത്തൗട്ട് ദ എഫക്റ്റ് ഓഫ് എനി വെർട്ടിക്കൽ ഫോഴ്സ്. സോ നമ്മളിപ്പോൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പം ഇതാണ് നമ്മുടെ പോയിന്റ് ആയ ബി. ആ ബിയിൽ എക്സാക്ട്ലി ആക്ട് ചെയ്യാണ് 2 kN എന്ന് പറയുന്നത്. ഓക്കെ, സോ വെൻ ദർ ഈസ് ഡ്യൂ ടു പോയിന്റ് ലോഡ്, വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് എക്സാക്ട്ലി അറ്റ് ദ പോയിന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 2 kN ആയിരിക്കും. നൗ വി ഹാവ് ടു കൺസിഡർ ദി സൈൻ കൺവെൻഷൻ, വെദർ ഇറ്റ് ഈസ് പ്ലസ് ഓർ -2. നൗ അക്കോർഡിംഗ് ടു അവർ സൈൻ കൺവെൻഷൻ, റൈറ്റ് ഹാൻഡ് സൈഡിൽ if the direction of vertical force is downwards, it is positive. So അതിന്റെ വാല്യൂ എന്തായിരിക്കും, 2 kN ആയിരിക്കും. So what is the value of shear force at D? At D, right hand side. So when we draw the figure, so ഇതാണ് D എന്ന് പറഞ്ഞ പോർഷൻ. So up to D, അതായത് ജസ്റ്റ് ഡിയിൽ just before the acting of 2 kN, what is the effect? The effect only will be due to the force at B. അല്ലേ, ബിയിൽ 2 kN എഫക്റ്റ് മാത്രമേ B to D വരെ കാണത്തുള്ളൂ, ജസ്റ്റ് ബിഫോർ ആക്ടിങ് ദ പോയിന്റ് ലോഡ്. സോ സിൻസ് പോയിന്റ് ലോഡിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് വെച്ചാൽ അതൊരു പോയിന്റിൽ ആക്ട് ചെയ്യുമ്പം ആ പോയിന്റ് തൊട്ട് നെക്സ്റ്റ് ലോഡ് വരെ അതേ ലോഡ് തന്നെ ആയിരിക്കും. ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ് ലോഡ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പോയിന്റ് ലോഡ് എന്ന് പറഞ്ഞത്. സോ വാട്ട് ഇറ്റ് വിൽ ബി 2 kN ഉള്ളൂ, അല്ലേ, 2 kN വരെയാണ്. നോക്കുമ്പോൾ തന്നെ അറിയാം D to B വരെ 2ൻ്റെ എഫക്റ്റ് 2, അപ്പം അതിൻ്റെ ടോട്ടൽ വാല്യൂ 2 kN ആയിരിക്കും. നെക്സ്റ്റ് ഈസ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ് അറ്റ് D ഡ്യൂ ടു ദ പോയിന്റ് ലോഡ് അറ്റ് D. സോ ദർ ഈസ് എ പോയിന്റ് ലോഡ് അറ്റ് D ഉണ്ടായിരിക്കും. സോ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 2 ആയിരിക്കും. ആൻഡ് വാട്ട് ഇസ് ദ ഡയറക്ഷൻ, ഇറ്റ് ഈസ് ഡൗൺവേർഡ്സ്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. So what is the total according to what is the value of shear force? Shear force is the algebraic sum of all the forces. It's the algebraic sum of all the forces either to the left or right. So I am considering the right. So the sum will be positive 2 plus positive 2, which is 4 kN. Okay. അടുത്തതായിട്ട് now അടുത്ത പോയിന്റ് ഷിയർ ഫോഴ്സ് അറ്റ് C ജസ്റ്റ് ബിഫോർ ദി ലോഡ് എന്തായിരിക്കും, C. സോ ടോട്ടൽ വാല്യൂ എടുക്കണം. സോ ടോട്ടൽ വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ടേക്ക് ദ, സോ ഐ എം കൺസിഡർ സെക്ഷൻ ഓവർ ഹിയർ ജസ്റ്റ് ബിഫോർ ദ പോയിന്റ് ലോഡ്. അതുവരെ എന്താവും, ടോട്ടൽ വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അൾജിബ്രായിക് സം ഓഫ് ദി ഫോഴ്സസ് ടുവേഴ്സ് ദ റൈറ്റ് ഓഫ് സെക്ഷൻ. വാട്ട് എവർ ഫോഴ്സ് ഈസ് ദെയർ അതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ സം എടുക്കണം. സോ 2 + 2 എന്തായിരിക്കും, അവിടെയും 4 ആയിരിക്കും. സൈൻ കൺവെൻഷൻ നോക്കുമ്പോൾ റൈറ്റ് സൈഡ് ഡൗൺവേർഡ്സ് പോസിറ്റീവ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി അഗെയിൻ 4 kN. നൗ what is the value of shear force at C due to load? Shear force at C due to load എന്ന് പറയുമ്പോൾ what is the value? We have to consider the point load, അല്ലേ. So it will be 2 + 2, 4 + 1, which is equal to 5 kN. Now what is the value of shear force at A, right hand side? Is there any load there? No. അപ്പോൾ നമുക്ക് അതുവരെ കിട്ടിയ ലോഡ് 5 kN എഴുതുക. സോ ഇങ്ങനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സിൻ്റെ വേരിയേഷൻസ്. അപ്പം ഏതൊക്കെ പോയിന്റിലാണോ ലോഡ് ആക്ട് ചെയ്യുന്നത് ആ പോയിന്റ് എല്ലാം ഷിയർ ഫോഴ്സ് അനുസരിച്ച് അതിന് വേണം നമ്മൾ ഡ്രോ ചെയ്യാൻ. സോ നോക്കാൻ പറയാം, ഷിയർ ഫോഴ്സ് അറ്റ് B വിൽ ബി അഗൈൻ ഒന്ന് ജസ്റ്റ് റിവേഴ്സ് ചെയ്യാണ്. അറ്റ് B വിൽ ബി 2 kN. അറ്റ് D ജസ്റ്റ് ബിഫോർ 2, അപ്പം ആ ബിക്ക് തൊട്ട് മുമ്പ് വരെ വാല്യൂ എന്തായിരിക്കും, 2 ആയിരിക്കും. അറ്റ് B 2 വിൽ ബി 2 + 2 4. അഗൈൻ അപ് ടു C വിൽ ബി 4. ദെൻ അറ്റ് C വിൽ ബി 4 + 1 5 ആയിരിക്കും. അറ്റ് A വിൽ ബി 5 ഉള്ളൂ. നൗ ഹൗ ടു ഡ്രോ ദിസ്. അപ്പോൾ നമുക്കിപ്പോൾ വാല്യൂസ് ഒക്കെ കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡോട്ടഡ് ലൈൻ വെച്ച് താഴോട്ട് ഇതെല്ലാം പ്രൊജക്റ്റ് ചെയ്യും. സോ ദാറ്റ് ഇതേ പോയിന്റിൻ്റെ നേരെ വേണം നമ്മുടെ വാല്യൂസ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. ആൻഡ് ദിസ് ഈസ് കാൾഡ് ആസ് ദി ആക്സിസ് ഓഫ് ദി ഷിയർ ഫോഴ്സ് ഡയഗ്രാം. പോസിറ്റീവ് വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഡ്രോ എബോവ് ദിസ് ലൈൻ, നെഗറ്റീവ് വാല്യൂസ് ബിലോ ദിസ് ലൈൻ. സോ ബിയിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത്
2 kilonewton ആണ്. സോ പോസിറ്റീവ് ആയിട്ടുള്ള ആക്സിസിൽ നമ്മൾ 2 മാർക്ക് ചെയ്യും. നൗ അപ് ടു ഡി, അപ് ടു ഡി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? അഗൈൻ വി ഹാവ് ഗ്രാവിറ്റി വാല്യൂ ഓഫ് 2 ആണ്. സോ ഇത് രണ്ടും കൂടെ ലൈൻ ജോയിൻ ചെയ്യുക, സ്ട്രെയിറ്റ് ലൈൻ ജോയിൻ ചെയ്യുക. ബിക്കോസ് പോയിന്റ് ലോഡ് ആകുമ്പം നമ്മൾ ബിറ്റ്വീൻ ഡി ടു ബി ഏത് പോയിന്റ് എടുത്താലും നമുക്ക് 2 ആയിരിക്കും എഫക്റ്റ് വരുന്നത്. നൗ അറ്റ് ഡി ഡ്യൂ ടു പോയിന്റ് ലോഡ് അറ്റ് ഡി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ അഗൈൻ വി ഹാവ് ടു ഡ്രോ. അപ്പോൾ ഈ 4 എന്ന് പറയുന്നത് ഈ ബേസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും 4. ഓക്കെ, 4 എന്ന് പോയിന്റ് കിട്ടും. സി വരെ എന്താണ്? അഗൈൻ സെയിം വാല്യൂ ആയ 4 തന്നെയാണ്. അഗൈൻ വാട്ട് അബൌട്ട് അറ്റ് സി ഡ്യൂ ടു 1 kilonewton it will be 5. സോ 5 എന്ന് പറയുമ്പം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വാല്യൂ ആയിരിക്കും 5 kilonewton. അറ്റ് എ ഇറ്റ് വിൽ ബി 5 ഓൺലി. സോ ഇങ്ങനെ നമ്മൾ ഡ്രോ, ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആണ്, കാണുന്നതെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. സോ ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഡയഗ്രാം. സോ ദിസ് ഈസ് ദ വേരിയേഷൻ ഓഫ് ഷിയർ ഫോഴ്സ് അലോങ് ദ ലെങ്ത് ഓഫ് എ ബി. സോ പോയിന്റ് ലോഡ് ആകുമ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും വരുന്നത് ഇൻ ബിറ്റ്വീൻ ദ ലോഡ്സ്. സോ 2 kilonewton 2, ഇവിടെ 2 എത്തും, ഇവിടെ അഗൈൻ 2, 2 plus 2 4, അഗൈൻ ഹിയർ 4 plus 1 5. So this is how we draw the shear force diagram. Now we will draw the bending moment diagram. So what do you mean by moment? So moment will be equal to force into distance, the vertical distance. So നമ്മുടെ കേസിൽ ഫോഴ്സ് എന്ന് പറയുമ്പം ഷിയർ ഫോഴ്സ് ആണ് വരേണ്ടത്. ഫസ്റ്റ് പോയിന്റ് bending moment at B. So what is the value of force at B? 2 ആണ്. So what is the distance from B? So starting കൊണ്ട് it is 0 ആയിരിക്കും. So bending moment will be 0. kilonewton meter ആണ് യൂണിറ്റ്. Now what is value of the bending moment at D? So up to D വരെ what is the, if you take the right hand side there will be only vertical force 2 kilonewton at B only. So അതിൻ്റെ വാല്യൂ ആയ 2 നമ്മൾ എഴുതുക, ഡിസ്റ്റൻസ് 1 എഴുതുക, it will be 2 into 1 which is 2 kilonewton per meter. What is the value of bending moment at C? Now C നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് രണ്ട് വെർട്ടിക്കൽ ഫോഴ്സുകളാണ്. സോ ഫസ്റ്റ് വെർട്ടിക്കൽ ഫോഴ്സ് വിൽ ബി 2 kilonewton and second vertical force will be 2 kilonewton at B. Now moment will be caused by these two forces. First force ആയ 2, the vertical distance will be from B to C, which will be not 1 meter but it is 2 meter. So 2 is the force and its distance will be 1 plus 1 which is 2 plus, and also there will be moment at the point C due to the second 2 kilonewton at D. It will be 2 into 1 and the value എന്തായിരിക്കും? സം ആയിരിക്കും. അപ്പം 2 into 2 4, 4 into 2 it will be സം ആയിരിക്കും. 4 plus 2 it will be 6 kilonewton. Now we have to consider the sign convention also, which I forgot. So sign convention എന്ന് പറയുമ്പം due to load 2 kilonewton the beam will be deflecting downward which is hogging. So ഇതെല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, സെയിം ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. Now what is the value of bending moment at D? Sorry, bending moment at C കഴിഞ്ഞിട്ട് നെക്സ്റ്റ് is point is A. സോ എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എയുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. സോ നമ്മൾ ബെൻഡിങ് മൊമെന്റിൽ എല്ലാം റൈറ്റ് ഹാൻഡ് സൈഡാണ് കൺസിഡർ ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന എല്ലാ വെർട്ടിക്കൽ ഫോഴ്സിൻ്റെയും മൊമെന്റ്സിന്റെ സം ആയിരിക്കണം. സോ അഗെയിൻ ഫസ്റ്റ് അറ്റ് ബി 2 ആണ്. വാട്ട്സ് ദ ഡിസ്റ്റൻസ് ഫ്രം ബി ടു എ? ഇറ്റ് വിൽ ബി 4. നെക്സ്റ്റ് ഫോഴ്സ് ഈസ് 2 അറ്റ് ഡി ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ഡി ടു എ വിൽ ബി 3. And last force will be 1 and its distance from C to A will be 2. So അതിൻ്റെ സം ആയിരിക്കും. So 8 plus 6 plus 2. So value will be 16 kilonewton meter and it is also negative. So this is how we will draw the bending moment diagram. Now we have to draw the line. So all the values of bending moment except at B are negative. So നമ്മൾ below line വേണം വരയ്ക്കാൻ. പോയിന്റ് ലോഡ് ആകുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ലീനിയർ ആയിട്ട് വേരി ചെയ്യുന്നത്. സോ ലീനിയർ എന്ന് പറയുമ്പോൾ സ്ട്രൈറ്റ് ലൈൻസ് ബട്ട് ഇൻക്ലൈൻ ലൈൻസ് ആയിരിക്കും. സോ ബെൻഡിങ് മൊമെന്റ് ബി is 0. വാട്ട് അബൌട്ട് ബെൻഡിങ് മൊമെന്റ്? ഇറ്റ് വിൽ ബി -2. വാട്ട്സ് അബൌട്ട് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി? ഇറ്റ് വിൽ ബി -6. അപ്പോൾ താഴെ വരയ്ക്കണം ലൈൻ്റെ. വാട്ട് അബൌട്ട് ബെൻഡിങ് മൊമെന്റ് എ? ഇറ്റ് വിൽ ബി -16. അപ്പോൾ 16 എന്ന് പറഞ്ഞ വാല്യൂസ് ലൈൻ്റെ താഴെ വരയ്ക്കുക. ഡ്രോയിങ് യൂസിങ് സ്ട്രൈറ്റ് ലൈൻസ് മീൻസ് സ്ട്രൈറ്റ് മീൻസ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കുക, ഡ്രോയിങ് ചെയ്യുക, നെഗറ്റീവ്. സോ ദിസ് ഈസ് ഹൗ വി ഡ്രോ ദി bending moment diagram. സോ ഒരു പോയിന്റ് ലോഡ് ഓർ കോൺസ്റ്റന്റ് ലോഡ് വരുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഷിയർ ഫോഴ്സിനെ ആഡ് ചെയ്ത് പോവുക. ആൻഡ് വൈൽ കൺസിഡറിങ് bending moment we have to take the distance from the point of load. We will study about the cantilever beam,
subjected to uniformly distributed load. So this is a cantilever beam fixed support A, free end B, and it is subjected to a uniformly distributed load W acting per meter. So it will be Newton per meter area. So this is the question. So what is the shear force and bending moment diagram? So നമ്മൾ general case discuss ചെയ്തിട്ട് പ്രോബ്ലത്തിലേക്ക് പോവാം. So it is acting from A to B. So total load will be acting from A to B ആയിരിക്കും. Now if you consider here what is the effect of shear force. ഇപ്പോൾ shear force എന്ന് പറയുമ്പോൾ shear force diagram നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ what is the value of shear force at B. So ബിയിൽ എന്താണ് UDL സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. So because നമ്മളെല്ലാം കൺസിഡർ ചെയ്യുന്ന റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. So ബിയിൽ shear force സ്റ്റാർട്ട് ചെയ്യുന്നത്. So the value will be W into the distance will be 0. അല്ലേ? Suppose I am considering a section XX എന്ന് പറഞ്ഞ സെക്ഷൻ കൺസിഡർ ചെയ്യാണ്. At a distance of X ആണ്. Okay. So what is the shear force at X എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? What is the value of shear force at a distance X from B? It will be UDL ന്റെ value W into distance X. So when the at B the value of X will be 0, so shear force will be 0. What is the value of shear force at A? A X എന്താവും? ഇവിടം തൊട്ട് ഇവിടം വരെ if L is the total length of the beam, it will become what? L. So it will be W into L, which is equal to WL. So this is the value of the shear force at fixed and L. Sorry, at fixed point A. Now we have drawn the shear force at the 0 and WL. Now to draw the shear force diagram, നമ്മൾ എന്ത് ചെയ്യണം? Straight line വരയ്ക്കണം. At B എന്താണ് 0 ആണ്. Now what is sign convention here? Due to UDL. So UDL ആയാൽ എന്താണ്? It is basically a vertical load ആണ്. So right hand side downwards it will be what? It will be positive only. So it will be positive at A, it will be positive value of WL. ഈ കാണുന്ന value WL ആയിരിക്കും. UDL ന്റെ value L. So this is the point. So join these two points. Straight line വഴി join ചെയ്യുക. Positive. So this is the എന്താണ് shear force diagram of the cantilever beam subjected to UDL. The shear force is gradually varying because of the UDL. So UDL എന്ന് പറയുന്നത് എന്താണ്? Uniformly distributed load ആണ്. So when length increases, the value of this also will increase. ഇങ്ങനെയാണ് shear force diagram വരയ്ക്കാനുള്ളത്. രണ്ട് പോയിന്റ്സേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത്. Now regarding the bending moment. So bending moment will be the force into distance. So bending moment diagram. So what is the equation of bending moment at X? So it will be force, which is W into X, multiplied by distance. So distance is the point of application of this force towards the X എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിലേക്കുള്ള പോയിന്റ് ആണ്. സോ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്ത UDL ലെന്ത്. ഓക്കെ, ഡിസ്റ്റൻസ് എക്സിൽ. ആൻഡ് ദ വാല്യൂ വിൽ ബി വാട്ട്? WX. ആൻഡ് WX എന്ന് പറഞ്ഞാൽ ആ ഫോഴ്സിന്റെ ഒരു സിംഗിൾ ഫോഴ്സ് ആയിട്ട്, കോൺസെൻട്രേറ്റ് ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് മൊമെന്റ് എടുക്കണം. മൊമെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? മൊമെന്റ് ഈസ് ആൾവേസ് ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ് ആണ്. അപ്പം എപ്പോഴും ഒരു സിംഗിൾ പോയിന്റ് ഫോഴ്സ് ഇൻ ആ ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫ്രം XX ആയിരിക്കും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും ഈ കാണുന്ന എക്സിന്റെ ഹാഫ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി മൾട്ടിപ്ലൈഡ് ബൈ X/2 ആൻഡ് ദി ഇക്വേഷൻ വിൽ ബി ചേഞ്ച് ടു W into X²/2. So what is the bending moment at B where X is equal to 0, 0? What is the value of bending moment at A where X is equal to L? Value will be W L²/2. And this value എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? ഡ്യൂ ടു ലോഡ് ബീം താഴോട്ടായിരിക്കും ബെൻഡ് ചെയ്യുന്നത്, വിച്ച് ഇസ് ഹോഗിങ്. സോ ഇറ്റ് ഇസ് നെഗറ്റീവ് ഓൺലി. സ്ട്രേറ്റ് ലൈൻ ഒരു ലൈൻ വരയ്ക്കുക. ഹിയർ വാല്യൂ 0 ആണ്. ഇവിടുത്തെ വാല്യൂ W L²/2 ആണ്. സോ L²/2 മീൻസ് ആൾറെഡി നമുക്കറിയാം ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് സ്ക്വയർ ആണ്, S² എന്ന് പറയുമ്പോൾ. സോ ഇറ്റ് ഈസ് എ പാരബോളിക് അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോ അതിന്റെ കർവ് എന്ന് പറയുന്നത് പാരബോളിക് ഷേപ്പ് ആയിരിക്കും. സോ പാരബോളിക് ആയിട്ടുള്ള ഷേപ്പിലുള്ള കർവ് ആയിരിക്കും വരുന്നത്, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. സോ ദിസ് ഈസ് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ ദിസ് ഈസ് ദ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഓഫ് എ cantilever beam subjected to UDL. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ ഡബ്ല്യുവിന് ഒരു വാല്യൂ തരും, 5, 10 എന്നായിരിക്കും. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ് അറ്റ് B? 5 into 0, which is 0. If 10 meter is a span, the shear force will be 5 into 10, 50 ആയിരിക്കും. What's the value of bending moment? 5 into X²/2. At 0 it will be 0, at
ലെങ്ത് 10 meter equal to 5 into 10 square by 2 ആയിരിക്കും ഇത്. സോ അതിൻ്റെ ഡയഗ്രത്തിൻ്റെ ഷേപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ തൊട്ടുമുമ്പ് ഡിസ്കസ് ചെയ്ത പോയിന്റ് ലോഡിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. ആൻഡ് ബെൻഡ് മൊമെന്റ് വിൽ ബി ദ inclined ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസ്, ദാറ്റ് ഈസ് ലീനിയർ ഡയഗ്രാം. നൗ കമ്മിങ് ടു UDL, the shear force diagram will be like a triangle and bend moment diagram will be like a parabolic curve shape ആയിരിക്കും. So we have to check these two shapes. അപ്പം ആ ഒരു ഡയഗ്രത്തിൻ്റെ പരബോളിക് ഷേപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതായിരിക്കും ഇപ്പം ക്വസ്റ്റ്യനിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അതായത് ഷിയർ ഫോഴ്സും ഡയഗ്രാം ബെൻഡ് മൊമെന്റ് ഡയഗ്രാം ഓഫ് കാൻഡിലിവർ ബീം സബ്ജക്റ്റഡ് ടു പോയിന്റ് ലോഡ് ആൻഡ് UDL ആയിരിക്കും. സോ ആ കേസിൽ നമ്മൾ ഈ രണ്ട് കൺസെപ്റ്റ് ഒരേപോലെ അപ്ലൈ ചെയ്തിട്ട് വേണം പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്യാൻ. So this is a question which is asked also. This type of questions ഒക്കെ പ്രീവിയസ് ഇയറിലും ചോദിച്ചിട്ടുണ്ട്. This is a cantilever beam അല്ലേ, കാരണം A എന്ന് പറഞ്ഞ പോയിന്റിൽ ഫിക്സഡ് സപ്പോർട്ടാണ്, B എന്ന് പറഞ്ഞ പോയിന്റിൽ ഇറ്റ് ഈസ് ഫ്രീ ആണ്. സോ ഇറ്റ് ഈസ് എ cantilever beam ആണ്. ആൻഡ് ഇതിനെ നമുക്ക് C എന്നിടാം, ആൻഡ് ഹിയർ ഇതിനെ നമുക്ക് D, ഇതിനെ E, ഇതിനെ F എന്നിടാം. സോ ഹിയർ വി ഹാവ് പോയിന്റ് ലോഡ്സ് അറ്റ് C, at E, F and B, and we have UDL from D to F. ആ ചെറിയ പോർഷനിൽ മാത്രമേ UDLൻ്റെ എഫക്റ്റ് ഉള്ളൂ. അപ്പോൾ ആ പോർഷനിൽ മാത്രമേ ഷിയർ ഫോഴ്സും ബെൻഡ് മൊമെൻറ്റും യൂണിഫോംലി വേരി ചെയ്യത്തുള്ളൂ. ഓക്കെ, വി ഹാവ് ടു ചെക്ക് ദാറ്റ്. സോ ഫസ്റ്റ് ഇപ്പോൾ ദീസ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിനേഷൻ ആസ്ക് ചെയ്യുന്നത്. ബാക്കി രണ്ട് ക്വസ്റ്റ്യൻസും ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഡ്രോ ചെയ്യുന്നേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ലീവ് സ്പേസ് ടു ഡ്രോ ദി ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡ് മൊമെന്റ് ഡയഗ്രാം. സോ നമ്മൾ റൈറ്റ് സൈഡിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, so first we have to draw the shear force diagram. So shear force in the sign conventions we will draw here, and this is positive. Since cantilever ആണ് നമ്മളെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡ് ആയിരിക്കും എടുക്കുന്നത്, RHS ആയിരിക്കും എടുക്കുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡ് ആയിരിക്കും എടുക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ഇൻ റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് B. So what is the value of shear force at B? Exactly at the point B. അപ്പോൾ നോക്കാൻ പറയാം ബിയിൽ ആക്ട് ചെയ്യുന്ന ലോഡ് 3 kN ആണ്. സോ ഡയറക്റ്റ് ആയിട്ട് അതങ്ങ് എഴുതുക, 3 kN എന്ന് എഴുതുക, ബിക്കോസ് ഇറ്റ് ഈസ് എ പോയിന്റ് ലോഡ്. Now what is the value of shear force at F റൈറ്റ് ഹാൻഡ് സൈഡ് ജസ്റ്റ് ബിഫോർ ദി പോയിന്റ്? കാരണം പോയിന്റ് ലോഡിൻ്റെ എഫക്റ്റ് തൊട്ട് മുമ്പ് F എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുമ്പോൾ എന്ത് പറ്റും, 3 + 1 4 ആവും. അതിന് തൊട്ട് മുമ്പ് എന്തായിരിക്കും, ദർ വിൽ ബി 3 kN ആയിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി 3 kN ബിക്കോസ് ഇറ്റ് ഈസ് പോയിന്റ് ലോഡ്. പോയിന്റ് ലോഡ് ബിയിൽ ആക്ട് ചെയ്താൽ സെയിം വാല്യൂ തന്നെയായിരിക്കും കറസ്പോണ്ടിങ് Fൽ വരുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ലോഡാണ്. Now what is the value of shear force at F? So F എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, there will be 3 + 1 which will be 4 kN. So രണ്ടും ഡൗൺവേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. സോ നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, നൗ വാട്ട്സ് ദ വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ് അറ്റ് E in right hand side? Okay, because at exactly the point E there is 2 kN load. So ഇവിടെയാണ് നമുക്ക് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത്. നൗ വി ഹാവ് ടു എയ്തർ വി ക്യാൻ ഇത് നോക്കുമ്പോൾ ജസ്റ്റ് ഫിഗർ നോക്കുക. ഫിഗറിൽ E കഴിഞ്ഞിട്ടുള്ള പോർഷൻസ് മാത്രമേ നമ്മൾ സം എടുക്കാവൂ, കാരണം അപ് ടു E അല്ലേ, അപ്പം 2 എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഷിയർ ഫോഴ്സ് എക്സാക്ട്ലി 2 നമുക്ക് എടുക്കാൻ പറ്റും. സോ ഈ ഇത്രയും ഏരിയയിലുള്ള ഷിയർ ഫോഴ്സ് ഓർ വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ അൾജിബ്രായിക് സം ആണ്. സോ അറ്റ് ഇറ്റ് വിൽ ബി 4 ആയിരിക്കും. സോ ഓൾറെഡി വി ഹാവ് കാൽക്കുലേറ്റഡ് അപ് ടു F. നൗ വി ഓൺലി നീഡ് ടു കാൽക്കുലേറ്റ് ഫ്രം E to F. E to F ൽ there is an uniformly distributed load which is acting അല്ലേ, which is value is 2 kN per meter. What is the distance from E to F? It is 1 meter. So already നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് 4 ഉള്ള ഡയറക്റ്റ് ക്യാരി ഓവർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അഗെയിൻ 3 + 1 + now effect of UDL from E to F will be 2 into distance 1. Okay, sum ചെയ്യുക, 4 + 2 it will be 6 kN. So this will be to UDL at E to F. Now what is the value of shear force at E due to point load? So value will be what? ഇതുവരെ കണ്ടുപിടിച്ചതിൻ്റെ വാല്യൂവിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ ഈയിലുള്ള പോയിന്റ് ലോഡ് ആഡ് ചെയ്താൽ മതി. സോ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് അപ് ടു E ഇൻക്ലൂഡിങ് 2 വരെ നമ്മളെല്ലാം ആഡ് ചെയ്ത് വരും. സോ കാൻറ്റിലിവർ ബീം ആയതുകൊണ്ട് പോയിന്റ് ലോഡ് എല്ലാം ടുവേർഡ്സ് RHS ആർ പോസിറ്റീവ് ആയിരുന്നു. So again I will be writing 3 + 1 + again what is the value from E to F will be UDL will be 2 into 1 plus at E it will be 2. So it will be how much? 6 + 2 8 kN.
Now what is the value of shear force at D? So D യിൽ point load ഇല്ലാത്തതുകൊണ്ട് at D വരെ ലോഡ് എടുക്കാം. So what you have to consider, റൈറ്റ് ഹാൻഡ് സൈഡ് ഡി എന്ന് പറഞ്ഞ പോയിന്റിലെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എല്ലാ വെർട്ടിക്കൽ ഫോഴ്സിന്റെയും അൾജിബ്രായിക് സം. ഹിയർ സൈൻ കൺവെൻഷൻ അനുസരിച്ച് എല്ലാ വെർട്ടിക്കൽ ഫോഴ്സും പോസിറ്റീവ് ആണ്. സോ ജസ്റ്റ് സം എടുത്താൽ മതി. ഫസ്റ്റ് ഫോഴ്സ് ഇറ്റ് വിൽ ബി 3, then it will be 1, then point load at E എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് there is a UDL from D to F which is 2, which is acting at a distance of 2. കാരണം ഡയറക്റ്റ് ആയിട്ട് 2 കിലോ ന്യൂട്ടൺ മാത്രം എടുത്തിട്ട് കാര്യമില്ല, ബിക്കോസ് 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. So to convert it into a force we have to multiply by distance. എന്നാൽ മാത്രമേ അതൊരു വെർട്ടിക്കൽ ഫോഴ്സ് ആവത്തുള്ളൂ. So what is 4 plus 6 and 6 plus 4 is 10 kilo Newton. So this is due to UDL from D to F. So sometimes ചിലർ ചോദിക്കും, ആൾറെഡി ഞാൻ 8 കിലോ ന്യൂട്ടൺ വരെ ആഡ് ചെയ്തതല്ലേ, അപ്പോൾ എനിക്ക് റിമൈനിങ് 8ൻ്റെ കൂടെ 2 into 1 ആഡ് ചെയ്താൽ പോരെ സെയിം റിസൾട്ട് തന്നെ കിട്ടുന്നത്. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? 10 തന്നെ കിട്ടും. കാരണം ആൾറെഡി നമ്മൾ അപ് ടു ഈ തൊട്ടും വരെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ അതേ ഈയിലൂടെ ഡി ടു ഈയിലുള്ള UDL-ആയ 2 വിച്ച് ഈസ് ആക്ട് 1 കൂടെ ആഡ് ചെയ്താലും 10 കിട്ടും, വിച്ച് ഈസ് സെയിം ആൻസർ ഉള്ളി. നോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ് അറ്റ് സി റൈറ്റ് ഹാൻഡ് സൈഡ്? ബിക്കോസ് സിയിൽ ഒരു 2 കിലോ ന്യൂട്ടൻ്റെ പോയിന്റ് ലോഡ് ആക്ട് ഉണ്ട്. ഇറ്റ് വിൽ ബി വാട്ട്? സെയിം 10 കിലോ ന്യൂട്ടൺ ആയിരിക്കും, ബിക്കോസ് സി ടു ഡി വരെ വേറെ ലോഡൊന്നും ആക്ട് ചെയ്യുന്നില്ല. സോ ദ ടോട്ടൽ ലോഡ് വിൽ ബി ആക്ടിങ് അറ്റ് ദ പോയിന്റ് സി ആൾസോ. സെയിം ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സം ആയിരിക്കും സിയിലും എന്ത് കിട്ടുന്നത്? ആക്ട് ചെയ്യുന്നത്. നമ്മൾ UDL-ൻ്റെ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യില്ല ഒരിക്കലും ഡിസ്റ്റൻസ് വെച്ചിട്ട്, കാരണം അവിടെ സി ടു ഡിയിൽ UDL-ൻ്റെ വാല്യൂ ഇല്ല. സോ UDL ഒരു ലോഡ് ആവുന്നത്, ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ആവുന്നത് എപ്പോഴും അതിന് ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ്. ഏത് ഡിസ്റ്റൻസ് ആണ്? UDL ആക്ട് ചെയ്യുന്ന പോയിന്റിലെ ഡിസ്റ്റൻസ്. Now what is the value of shear force at C due to point load? It will be, ഇതുവരെ ആഡ് ചെയ്ത 10 plus 2 which is it will be 12 കിലോ ന്യൂട്ടൺ. ഇപ്പോൾ സിയിൽ 2 ലോഡ് കാണും. ജസ്റ്റ് ബിഫോർ ലോഡ്, അതായത് നമ്മൾ തൊട്ടുമ്പ് വരച്ചത് അങ്ങനെയാണ്. അതായത് ഡിയിൽ 2 ലോഡ് ഉണ്ടായിരുന്നു, ഒന്ന് അപ് ടു ഡി പിന്നെ ആക്ച്വലി ഡി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഷേപ്പ് വന്നത്. സിമിലർ ഷേപ്പ് വിൽ ബി ഫോളോയിങ് ഹിയർ ആൾസോ. പിന്നെ ലാസ്റ്റ് ഷിയർ ഫോഴ്സ് അറ്റ് എ വിച്ച് ഈസ് ഹൗ മച്ച്? സെയിം ലോഡ് ഉള്ളൂ, 12 കിലോ, ബിക്കോസ് എ ടു സി വരെ വേറെ ലോഡൊന്നും ആക്ട് ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ എ എന്ന് ആഡ് ചെയ്താലും സെയിം തന്നെ. 3 plus 1 4 6 6 plus 2 it is 8 8 plus 2 4, that is 2 into 2 it will be 12 only. സെയിം ആൻസർ കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ഓരോ പോയിന്റ്സിൻ്റെയും ലോഡ് കണ്ടുപിടിക്കണം. ഇതിന് വേണം നമ്മൾ ഇനി ഡ്രോ ചെയ്യാൻ. സോ ഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരച്ച ഇതിന് കുറേ ഡോട്ടഡ് ലൈൻസ് വരയ്ക്കുക. ഞാൻ വരയ്ക്കുക ഡോട്ടഡ് ലൈൻസ്. ഏതൊക്കെ പോയിന്റ് ഉണ്ടോ ആ പോയിന്റ് എല്ലാത്തിനും ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. മുകളിലോട്ടെല്ലാം പോസിറ്റീവ്, താഴോട്ടുള്ള എല്ലാം നെഗറ്റീവ് ആണ്. ഇവിടെ എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്, അതുകൊണ്ട് എല്ലാം എബോവ് ദി ലൈൻ ആണ് ഡ്രോ ചെയ്യാനുള്ളത്. അറ്റ് ബി ഇറ്റ് വിൽ ബി വാട്ട്? 3 കിലോ ന്യൂട്ടൺ. സോ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് വരയ്ക്കുക. നൗ അറ്റ് എഫ് 2 വാല്യൂസ് ഉണ്ട് അല്ലേ? ഒന്ന് 3 കിലോ ന്യൂട്ടണും ഒന്ന് 4 കിലോ ന്യൂട്ടൺ. സോ ബിഫോർ ലോഡ് ഇറ്റ് വിൽ ബി 3 കിലോ ന്യൂട്ടൺ ആൻഡ് ആഫ്റ്റർ ലോഡ് വിൽ ബി എന്തായിരിക്കും? 3 plus 1 ആയ 4. അപ്പോൾ ഈ കാണുന്ന ഇവിടെ നിന്നിട്ട് ഇവിടം വരെയാണ് 4 വരുന്നത്. സിമിലർലി അടുത്തത് അറ്റ് ഇ. സോ അറ്റ് ഇ ബിഫോർ ദ ലോഡ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 6 ആയിരിക്കും. സോ വി ഹാവ് ടു ഡ്രോ ദിസ് ഈസ് 6 കിലോ ന്യൂട്ടൺ. ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ഇവിടം വരെ 6 ആയിരിക്കും. നൗ ഈ 2 ലൈനും തമ്മിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ്, അതായത് 4ഉം 6 എന്ന് പറയുമ്പോൾ ഒരു ഗ്രാജുവലി നമ്മൾ ഇങ്ങനെ ചരിച്ച് വേണം വരയ്ക്കാൻ. ആൾറെഡി വി നോ ദാറ്റ് ഫ്രം ഇ ടു എഫ് ഇറ്റ് ഈസ് UDL ആണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു സ്ലോപ്പിംഗ് ലൈൻ ഉണ്ടായത്. സ്ട്രെയിറ്റ് ലൈൻ അല്ല, ചെറിയൊരു സ്ലോപ്പ് ഉണ്ട്, ജസ്റ്റ് ചെറിയ സ്ലോപ്പ് ഉണ്ട്. നൗ അറ്റ് ഇയിൽ ഡ്യൂ ടു ദ പോയിന്റ് ലോഡ് നമുക്ക് കിട്ടി എന്താണ്? അഗെയിൻ നമ്മൾ ഈ ലൈൻ തന്നെ എന്താണ് കുറച്ചുകൂടി മേലോട്ട് വരികയും വിച്ച് ഈസ് ഹാവിങ് 8 ആണ്. സോ അഗെയിൻ ഞാൻ ലൈൻ വേറെ കളർ കൊടുക്കുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. സോ ഞാനിവിടെ വരയ്ക്കുകയാണ്. അറ്റിലെ പോയിന്റ് സെയിം 8 എന്ന് പറഞ്ഞ ലോഡ് വരും. അഗെയിൻ അറ്റ് ഡി നമുക്ക് എന്ത് കിട്ടും? അഗെയിൻ ഡ്യൂ ടു UDL ഇറ്റ് വിൽ ബി 10. Then exactly before load it will be 10. Then due to point load it will be 12. ആ 12 തന്നെയായിരിക്കും നമുക്ക് എയിലും കിട്ടുന്നത്. ഓക്കെ, അഗെയിൻ അറ്റ് ബി 3 ആണ്. ഓക്കെ, അറ്റ് എഫ് 3 ഉണ്ട്. ദെൻ ദർ ഈസ് എ വാല്യൂ 4, കാരണം എഫിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ 2 ലോഡ് അവിടെ ഉണ്ട്, അതായത് 2 ബിഫോർ പോയിന്റ് ലോഡ്, ആഫ്റ്റർ പോയിന്റ് ലോഡ്. ആൾസോ സിമിലർലി ഹിയർ at E it will be having 6ഉം then due to point load 8ഉം.
then at point D it will be 10. എല്ലാം ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. D സെയിം മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. Again at C before point load it is 10, after point load it is 12. Now we have to join this. So here it will be join ചെയ്യുക. 12 straight line ആയിരിക്കും. Dip 10 it will be having a straight line, then 10 to 8 എന്ന് പറയുമ്പം it will be a slope line, then ഒരു താഴോട്ടൊരു ഇത് because of point load. അപ്പോൾ എപ്പോഴും വെർട്ടിക്കലി ഡൗൺ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് ആക്ച്വലി. സോ ദിസ് ഈസ് പോസിറ്റീവ് ആൻഡ് ദിസ് ഈസ് ദി ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഓഫ് ദി cantilever beam. So now we will draw the bending moment diagram. So from the right hand side, because അതൊരു cantilever beam ആണ്. First is bending moment at B. So obviously എന്തായിരിക്കും, it will be 3 into distance is 0 which is equal to 0. What is the value of bending moment at F? So up to F, what is the load acting? നമ്മൾ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ കാണുന്നത് 3 ആണ്, ഡിസ്റ്റൻസ് 1 ആണ്. So it will be 3 into 1 which is equal to 3 kilonewton. So it is acting in such a way that ഈ കാണുന്ന പോയിന്റ് താഴോട്ട് ഡിഫ്ലക്ട് ചെയ്യും. So it will be negative. So another important point to notice for cantilever beam, നമ്മുടെ shear force diagram എപ്പോഴും പോസിറ്റീവും bending moment diagram എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. Then is what is the value of bending moment at E? Now at E means we have to take the total shear force മൂലം ഉണ്ടാകുന്ന bending momentum UD ഉണ്ടാകുന്ന bending moment കൺസിഡർ ചെയ്യേണ്ടി വരും. So first force is 3 acting at B, and distance from E to B will be how much? 2. Plus next force is acting at a distance of at F ആണ്, point load 1 ആണ്, അപ്പോൾ distance from 1 ആണ്. Next there is an UDL of value 2 which is acting distance of 1. അപ്പോൾ ഫോഴ്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം which is 1/2 only. ഓക്കെ, ദിസ് ഈസ് എ ടോട്ടൽ വാല്യൂ. എല്ലാം ഒരേ ഡയറക്ഷനിലായിട്ട് സം എടുത്ത് പോയാലും മതി. സോ ഇത് ക്യാൻസൽ ചെയ്ത് 1 കിട്ടും. സോ 6 + 1 7 + 1 ഇറ്റ് വിൽ ബി 8 kilonewton meter ആയിരിക്കും. എല്ലാം kilonewton meter ആണ്. ഇത് നെഗറ്റീവ് തന്നെയാണ് ബിക്കോസ് ഹോഗിങ് ആയതുകൊണ്ട്. നെക്സ്റ്റ് ഈസ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി. Now at D എന്ന് പറയുമ്പം we have to take the total moment till D. Now what happens? Point ലോഡും UDലും സെയിം ആയിരിക്കും. The distance will be varying. അപ്പോൾ കാണുന്ന ബിയിലുള്ള ലോഡ് ആയിട്ടുള്ള 3 എടുക്കുക. Now ഡിസ്റ്റൻസ് മാറും. ഫ്രം B to D വരെ എത്രയായി? ഇറ്റ് വിൽ ബി 3 മീറ്റർ ആയിരിക്കും. പ്ലസ് നെക്സ്റ്റ് എന്ന് പറയുന്ന ലോഡ് എന്ന് പറയുന്നത് 1 ആണ്, ആൻഡ് 1ൻ്റെ ആക്ട് ചെയ്യുന്ന F ആണ്. അപ്പോൾ F to D വരെ ഡിസ്റ്റൻസ് 2 ആയിരിക്കും. നെക്സ്റ്റ് ലോഡ് ആക്ട് ചെയ്യണമെന്ന് വെച്ചാൽ പോയിന്റ് ലോഡ് എന്ന് വെച്ചാൽ 2 ആയിരിക്കും. Distance from D to D it will be 1 plus now UDL. So UDL ആയ 2, it is acting distance of 2 meter, and അതിൻ്റെ മൊമെന്റ് ആക്ട് ചെയ്യണം അതിൻ്റെ എക്സാക്ട്ലി സെൻട്രൽ ആയിരിക്കും which is 2/2 ആയിരിക്കും. സോ അതിൻ്റെ സം എടുക്കുക. സോ ഈ 2/2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് 4 ആവും. സോ 9 + 2 + 2 + 4 which is equal to 17 kilonewton meter. This is also നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത് ഓരോ ഈ കാണുന്നത് ഷിയർ ഫോഴ്സുകളാണ്. ജസ്റ്റ് ഞാനൊന്ന് ഡബിൾ ഡോട്ട് ഇടാം. ഈ കാണുന്നല്ല ഷിയർ ഫോഴ്സ് ആണ്. 2 × 2 ആണ് ഷിയർ ഫോഴ്സ്. അപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. Now what is the value of bending moment at C? അപ്പോൾ ചില ചോദിക്കും എനിക്കിങ്ങനെ ആഡ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ ബെൻഡിങ് മൊമെന്റ് കേസിൽ അത് പറ്റത്തില്ല. ഷിയർ ഫോഴ്സ് പോലെ ആഡ് ചെയ്തായിട്ട് പോകാൻ പറ്റില്ല. കാരണം ഡിസ്റ്റൻസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് വിൽ ബി വേരിയിങ് ആണ്. അപ്പോൾ നമുക്ക് ചുമ്മാ തൊട്ട് മുമ്പത്തെ ബെൻഡിങ് മൊമെന്റ് എടുത്ത് ആഡ് പോയാൽ നമുക്ക് തെറ്റായിട്ടുള്ള ആൻസറേ കിട്ടുള്ളൂ. അപ്പോൾ C വരെയുള്ള നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള ലോഡുകൾ. നൗ എഗെയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ബിയിലുള്ള 3 ഡിസ്റ്റൻസ് എന്തായിട്ട് മാറി? ഇപ്പം 3 മാറി 4 ആയിട്ട് മാറി. നെക്സ്റ്റ് ലോഡ് 1 ഡിസ്റ്റൻസ് എന്തായി മാറി? നൗ ഇറ്റ് ഈസ് 3 മീറ്റർ ആണ്. ഫ്രം ഹോം C to F വരെയുള്ള അടുത്ത ലോഡ് എന്ന് വെച്ചാൽ എന്താണ്? പോയിന്റ് ലോഡ് 2 ആണ്. ഡിസ്റ്റൻസ് എന്തായിട്ട് മാറി? 2 ആയിട്ട് മാറി. നൗ UDL ആണ്. സോ UDLൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ടിങ് ഓൺലി D to F വരെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ടോട്ടൽ ഫോഴ്സ് വിൽ ബി 2 × 2, ആൻഡ് അത് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? DFൻ്റെ സെൻട്രലായിരിക്കും ആക്ട് ചെയ്യുന്നത്. നൗ വി ഹാവ് ടു ടേക്ക് DFൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇയിൽ വരും. നൗ വി ഹാവ് ടു കൺസിഡർ ദ ഡിസ്റ്റൻസ് ഫ്രം C to E ആണ്. സോ ദ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ആ സെൻറ്റർ പ്ലസ് നമ്മുടെ ബാക്കിയുള്ള റിമൈനിങ് ഡിസ്റ്റൻസ് C ആയിരിക്കും. സോ വി ഹാവ് ടു കൺസിഡർ ദി UDL. ഇതാണ് UDL. ഇതിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വിച്ച് ഈസ് 2/2 + 1 ആയിരിക്കും. ഇതിൻ്റെ സം ആയിരിക്കും നമ്മുടെ ബെൻഡിങ് മൊമെന്റ്. സോ ഇത് 3 × 4 12 + 3 + 4 plus this is 1 which is 2, and this will be
2 into 2, 4 into 2, it is 8. Sum എടുക്കുമ്പം 12, 15 and it will be 27 kilonewton meter. Okay. Now last is what is the bending moment at A. Again നമ്മൾ എന്ത് ചെയ്യണം? സം എടുക്കണം. വീണ്ടും ബിയിൽ നിന്നും എയിലുള്ള ഡിസ്റ്റൻസിലേക്ക് സം എടുക്കണം. സോ ഇതൊരു റെപ്പറ്റേറ്റീവ് ആയിട്ട് ചെയ്ത് പോകണം. ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രം വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ചോദിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് പോകണം. സെക്കൻഡ് പോയിന്റ് ലോഡ് 3 ആണ്. ഡിസ്റ്റൻസ് എന്തായിട്ട് മാറി? 5 ആയിട്ട് മാറി. പ്ലസ് അടുത്ത പോയിന്റ് ലോഡ് ആയിട്ടുള്ള 1 ആണ്. ഡിസ്റ്റൻസ് എന്തായിട്ട് മാറി? 4 ആയിട്ട് മാറി. അടുത്തത് 2 ആണ് പോയിന്റ് ലോഡ് ഇയിലുള്ളത്. അതിൻ്റെ ഡിസ്റ്റൻസ് എന്തായിട്ട് മാറി? 3 ആയിട്ട് മാറി. അടുത്ത പോയിന്റ് ലോഡ് വരുന്നതെന്ന് വെച്ചാൽ സിയിലുണ്ട് 1 ആണ്, വിച്ച് ഇസ് 2 into 1 ആയി. പ്ലസ് ഇനി യു ഡി എല്ലിൻ്റെ. സോ യു ഡി എല്ലിൻ്റെ ടോട്ടൽ ലോഡ് 2 വിച്ച് ഇസ് ആക്ടിങ് ഡിസ്റ്റൻസ് ഓഫ് 2 മീറ്റർ ആയിരിക്കും, മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് അതിൻ്റെ സെൻറ്റർ എപ്പോഴും എന്തായാലും 2/2 ആയിരിക്കും. നൗ ഫ്രം ഇ ടു എ അതിൻ്റെ ഡിസ്റ്റൻസ് എന്തായിട്ട് മാറും? ഈ 2/2ൻ്റെ കൂടെ റിമൈനിങ് ആയിട്ടുള്ള 2 കൂടെ ആഡ് ചെയ്യണം അല്ലേ? ഈ ഡിസ്റ്റൻസ് ഇവിടം തൊട്ട് ഇവിടം വരെ ആയി. ഈ വാല്യൂ 2/2 ആണ്. പ്ലസ് എന്താണ്? 2 കൂടെ ആഡ് ചെയ്യണം. സോൾവ് ചെയ്യുക. സോ ഇറ്റ് വിൽ ബി 15 plus 4 plus 6 plus 2 plus 3 ആണ്. അപ്പം 2 into 4, 4 into 3 it is 12 ആണ്. സം ചെയ്യുക. ഇറ്റ് ഈസ് 27, it is 27, 31, 33, 39 kilonewton meter ആയിരിക്കും. ഇറ്റ് ഈസ് നെഗറ്റീവ് ഓൺലി. ഓക്കെ. സോ നമുക്ക് എല്ലാ പോയിന്റ്സിലും കിട്ടി. നൗ വി ഹാവ് ടു ഡ്രോ ദി ലൈൻ. സോ ഈ ഡോട്ടഡ് ലൈൻ വരയ്ക്കുകയെന്ന് വെച്ചാൽ എനിക്ക് സെയിം പോയിന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഓപ്ഷനിലാണ് ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്നുള്ളത്. അല്ലെങ്കിൽ ആ കറക്റ്റ് കറസ്പോണ്ടിങ് പോയിന്റ് കിട്ടും. നെഗറ്റീവ് ആയതുകൊണ്ട് ലൈൻ വരയ്ക്കുക, എല്ലാം ഡൗൺവേർഡ്സ് വരയ്ക്കുക. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി? 0. വാട്ട് ഇസ് വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എഫ്? ഇറ്റ് ഈസ് വാല്യൂ ഈസ് 3 ആയിരിക്കും. നൗ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ? അതിൻ്റെ വാല്യൂ it will be 8 ആണ്. What about at D? It will be 17 ആണ്. സോ കുറച്ചും കൂടി താഴോട്ട് വരയ്ക്കാം. It will be 17. About here it will be 27 and last it will be 39. Now ചുമ്മാ സ്ട്രൈറ്റ് ലൈൻ വരച്ചു പോകാൻ പറ്റത്തില്ല. We have to consider the type of load acting. Okay. Type of load acting. If it is a point load it will be a straight line, but if it is an UDL it will be a parabolic line. Okay. 0 to 3 ഇതിൽ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ. ദിസ് വിൽ ബി സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം വരയ്ക്കേണ്ടത്. നൗ ഫ്രം 8 to 3 ബേസിക്കലി അവിടെ ഒരു പരബോള ആക്ട് ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പോയിന്റ് ആയ എഫ് തൊട്ട് നമ്മുടെ ഡി വരെ എന്താണ്? യു ഡി എൽ ആക്ട് ചെയ്യും. സോ അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പരബോള ആയിരിക്കും. ഇറ്റ് വിൽ ബി എ പരബോളിക് കർവ് ആയിരിക്കും. ബാക്കി റിമൈനിങ് വീണ്ടും പോയിന്റ് ഔട്ട് ആയതുകൊണ്ട് വീണ്ടും സ്ട്രൈറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്താൽ മതി. ഇറ്റ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. സോ ഈ ഒരു പോർഷൻ മാത്രം പരബോളിക് ആയിരിക്കും. ഓക്കെ. ഈ കാണുന്ന ഇവിടം തൊട്ട് ഇവിടം വരെ എല്ലാം സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. നെഗറ്റീവ് വരച്ചിട്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ ദിസ് ഈസ് ഹൗ വി ഡ്രോ എ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഓഫ് എ കാന്റിലിവർ ബീം.